ശ്രീ ചാണ്ടിയുമ്മൻ പ്രതികരിച്ചതിന് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട്. വധശിക്ഷ നീട്ടിവെച്ചത് കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം വരുന്നു. തൗഫീഖ് അസ്ലം അതിന്റെ വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, കേന്ദ്രത്തിന് ഒരു ഔദ്യോഗിക വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ യമനിൽ നിന്ന് ഇത് താൽക്കാലികമായി നീട്ടിയതായുള്ള ഒരു ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ലഭിച്ചു എന്നാണോ? അസഫുദ്ദീൻ, വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഇത്തരമൊരു വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത്. വധശിക്ഷ നീട്ടിവെച്ചത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ, വൃത്തങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമാണ് ഇത്തരമൊരു വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്. നിരന്തരമായിട്ട് നിമിഷപ്രിയയുടെ കേസിൽ കേന്ദ്ര സർക്കാരും ഒപ്പം വിദേശകാര്യ മന്ത്രാലയമെല്ലാം നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ ഇടപെടലിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. യമനിലെ ഭരണകൂടവും അതായത് യമനിലെ സ്ഥാപനങ്ങളുമായി വിവിധ ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ ഇതിനു മുമ്പും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. കൂടാതെ ഈ ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതായിട്ട് കൂടി ഇപ്പോൾ ഈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയാണ്. ഈ വധശിക്ഷ നീട്ടിവെച്ചത്, നാളെ നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കൂടുതൽ ചർച്ചകളും ഇടപെടലുകളും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. ആ കേസിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടലിന് ചില പരിധികളുണ്ട്. പ്രത്യേകിച്ച് യമനിലായതുകൊണ്ട് തന്നെ ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കേന്ദ്രത്തിന് പരിമിതികളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ ഇന്നലെ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി തൗഫീഖ്, അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഇപ്പോൾ കേന്ദ്രം അത് സ്ഥിരീകരിക്കുന്നു, സമ്മതിക്കുന്നു, ആ നിലക്ക് പ്രതീക്ഷാവഹമായൊരു പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി നമുക്കറിയേണ്ടത് എത്ര നാളത്തേക്കാണ് ഇത് നീട്ടിയത്? ഇത് പൂർണ്ണമായും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയുള്ള ചർച്ചകളിൽ എത്ര കണ്ട് ഫലം കാണാൻ സാധ്യതയുണ്ട്? ഒരു പക്ഷേ ഈ തലാലിന്റെ കുടുംബം കാര്യമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്, ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ലഭിക്കുമെന്ന് കരുതാമോ അസ്ലം? സേഫ്, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് തന്നെ അനുകൂലമായ ഒരു ഘടകമാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചു എന്നുള്ളത്. കാരണം നമുക്ക് ഇന്ന് മാത്രമേ നമുക്കൊരു ദിവസം മാത്രമേ ഉള്ളൂ. നാളെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസമായി പോകും. സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ചകൾക്ക് ഒരു അവസരം കുറയുമായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ഇതുവരെയും ആ കുടുംബം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സേഫ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന വിവരം. അതേസമയം പൂർണ്ണമായിട്ട് ആ കാര്യം അവർ തള്ളിയിട്ടുമില്ല. അതായത് ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്, ചർച്ചകളിൽ അവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ, വളരെയധികം വൈകാരികമായ ഒരു സംഭവമായിരുന്നു യമനിലെ സമയത്തുള്ള ഈ സംഭവം. പ്രത്യേകിച്ച് ആ സംഭവം, കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ യമനി പൗരൻ തലാലിൻ്റെ അവിടെ പ്രാദേശികമായി മാത്രമല്ല ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വികാരം ഉയർന്നു വന്നാണ്. പ്രത്യേകിച്ച് ഒരു വിദേശയായ ഒരാളാണ് ഈ കേസിൽ പ്രതിയാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ദയാദാനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കരുതെന്നുള്ളൊരു വലിയ വികാരം ഉണ്ടായിരുന്നു. കുടുംബത്തിലും ശക്തമായ വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനാരും വലിയ തോതിൽ സഹകരിച്ചിരുന്നില്ല. അതേസമയം ഹബീബ് ഉമർ ഹഫീദിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു ഇടപെടൽ, അവിടെ നമുക്കറിയാം ഗോത്ര വിഭാഗങ്ങളിലൊക്കെ തന്നെയും ഈ സൂഫി പണ്ഡിതന്മാർക്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് വലിയ സ്വാധീനമുണ്ട്. അവരിടപെട്ടത് കൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് അവർ സമ്മതിച്ചു. ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും സമ്മതിച്ച സാഹചര്യത്തിൽ അവിടെ അവരുടെ ദമാർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എത്തി ആ കുടുംബത്തിലെ സഹോദരൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചകൾ നടത്തുന്നത്. ഈ ചർച്ചകൾ നടക്കുന്നതിൻ്റെ വിവരങ്ങൾ ഒരു വശത്ത് അറ്റോർണി ജനറലുമായും മറ്റുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ നിമിഷ ആക്ഷൻ കൗൺസിലിലെ ലീഗൽ വിഭാഗത്തിലെ പ്രതിനിധികളൊക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് നീട്ടിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുടെ ഒരു റിസൾട്ട് കോടതിയെ അറിയിക്കാവുന്ന രീതിയിൽ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞാണ് സമാന്തരമായി ഈ നീക്കം നടന്നിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ നീട്ടിവെച്ചു എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിരീകരണം കൂടി വന്നതോടുകൂടി തന്നെ നാളെ എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാവില്ല എന്ന കാര്യം ഉറപ്പായി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം ഇക്കാര്യത്തിൽ ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ, കുടുംബത്തെ കൊണ്ട് ഈ അല്ലെങ്കിൽ മാപ്പ് നൽകുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതേസമയം ആ ചർച്ചയുടെ ഫലം എന്താവും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്തിലുണ്ടായ ഒരു കൊല അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു അംഗം
കൊല്ലപ്പെട്ടതാണ്. ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ട കേസാണ്. അതിലെത്രത്തോളമാണ് നിമിഷയുടെ പങ്കാളിത്തം എന്നതിനെക്കുറിച്ച് നമുക്ക് അത്ര വ്യക്തതയില്ല. അവിടെ നിന്ന് ലഭിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അതിൽ പിന്നെ അവരെ സംബന്ധിച്ചോളം ആ കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിമിഷ. മറ്റൊരാൾ കൂടി ഇതിൻ്റെ പങ്കാളിയായിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പങ്ക് എത്ര, ആരൊക്കെയാണ് ഇത് എന്തൊക്കെ ചെയ്തത് എന്നതിനെക്കുറിച്ചും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അതിനെ പറയുന്നതിനോ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനോ നമുക്ക് കഴിയില്ല. അതേസമയം ആ കുടുംബത്തിനെ സംബന്ധിച്ചോളം, ആ ഗോത്രത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു യുവാവിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അത് പ്രാദേശിക മാധ്യമങ്ങൾ അവിടെ വലിയ തോതിൽ ഏറെ സമയം ചർച്ചയാക്കപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആ സംഭവത്തിൽ സാധാരണ മറ്റ് കേസുകളിലെ പോലെ കൊലപാതക കേസിലെ പ്രതിക്ക് പെട്ടെന്ന് മാപ്പ് നൽകുന്ന പോലെ കുടുംബത്തിന് മാപ്പ് നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദം ആ കുടുംബത്തിന് തന്നെയും ഉണ്ട്. കുടുംബത്തിന് തന്നെ ആ വികാരമുണ്ട്. അതിന് പുറമേക്ക് ഒരു വിഭാഗം തയ്യാറായി വരുമ്പോൾ പോലും വലിയ സമ്മർദ്ദം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഒരു ചർച്ച, ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ചർച്ച, അതിൽ പ്രതീക്ഷ വയ്ക്കാൻ കാരണം അത് തന്നെയാണ്. കാരണം മതപണ്ഡിതന്മാരാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് നൽകുക എന്നത് അതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങൾ അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട് പിന്നെ സംഭവിച്ച കാര്യത്തിൽ മാപ്പ് നൽകുക എന്ന കാര്യത്തിൽ. മാത്രമല്ല അതിനുള്ള പിന്നെ പരലോകത്ത് കിട്ടുമെന്ന പ്രതിഫലത്തെക്കുറിച്ചും മറ്റുമൊക്കെ ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതിൽ ഈ സഹോദരനാണ് പങ്കെടുക്കുന്നതെങ്കിൽ സഹോദരന് മറ്റു ബന്ധുക്കളുമായൊക്കെ ഇക്കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കേണ്ടി വരും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ സഹോദരൻ്റെ സുഹൃത്തിൻ്റെതായി പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വധശിക്ഷയുടെ വധശിക്ഷ നടപ്പാക്കുന്ന സംബന്ധിച്ചുള്ള ഉത്തരവിൻ്റെ പകർപ്പൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കണമെന്നൊക്കെ പറയുന്ന പോസ്റ്റുകളൊക്കെ വരുന്നു. പറഞ്ഞാൽ അകത്ത് സമ്മർദ്ദം വീണ്ടും അതിൽ സമ്മതിച്ചു കൊടുക്കരുതെന്നുള്ള സമ്മർദ്ദം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു തീരുമാനത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇത് നീട്ടിവെച്ചത് ആ ചർച്ചകളെ ഗുണകരമായി സ്വാധീനിക്കും. കാരണം കുറച്ചുകൂടി സമയമുണ്ട് ചർച്ചകൾ നടത്താൻ. ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പോലും വീണ്ടും ഇടപെടലുകൾ നടത്താനുള്ള സ്പേസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നീട്ടിയ സാഹചര്യം എന്നാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നില്ല. അത് യമനി കോടതികളാണ് പിന്നീട് ഒരുപക്ഷെ നീട്ടിവെച്ച് തീയതിയൊക്കെ അറിയിക്കുകയുള്ളൂ. കാരണം ചർച്ച കൂടി നടക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്നൊരു തീയതി തീരുമാനിക്കേണ്ടതെന്നൊക്കെ ഒരുപക്ഷെ അവർ വെച്ചേക്കാം. കാരണം ഉത്തരവിട്ടതുകൊണ്ട് തന്നെ എന്തായാലും അസ്ലം, ആശ്വാസ നിമിഷം, പ്രതീക്ഷാവഹമായ പുരോഗതിയുടെ നിമിഷം. നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിയിരിക്കുന്നു. എത്ര നാളത്തേക്കാണ് ഇത് നീട്ടിയത്? എന്തെല്ലാമാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ? പൂർണ്ണമായി മാപ്പ് നൽകാൻ എന്നുവെച്ചാൽ ഈ വധശിക്ഷ ഒഴിവാക്കാൻ അവർ തയ്യാറാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കും. എന്തായാലും വധശിക്ഷ നീട്ടി എന്ന കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഒഫീഷ്യലി സ്ഥിരീകരിക്കുകയാണ്. ഈ വാർത്തയും മറ്റു വാർത്തകളിലേക്കും വളരെ വേഗത്തിൽ മടങ്ങി വരാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ധന്യവരും.